ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയ കൈമരുന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണേ. എന്നും നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും യാത്ര ചെയ്യുന്നതും മാത്രം വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നേ. അത് കൊറോണ വന്നു കഴിഞ്ഞാൽ മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. പിന്നെ തലമുടിയുടെ ഇങ്ങനെ ഓട്ടിയൊക്കെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ കാണാം, അതുപോലെ തലമുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. ഞാൻ പ്രത്യേകിച്ച് മരുന്നൊന്നും തേച്ചില്ല. അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും തേക്കാൻ പോയില്ല. ഇത് കിളുക്കട്ടെ എന്നോർത്തു. അപ്പോൾ ഏജും ഇത്രയായി, ഇനിയിപ്പോൾ എന്തിനാ മുടി എന്നൊക്കെ ഓർത്തു. പക്ഷേ എങ്ങോട്ടും കെട്ടിക്കൊണ്ട് പോകാൻ വയ്യാത്ത അവസ്ഥയായി. ഇനി വേറെ മുടി വെക്കുന്ന, എനിക്ക് ജീവിതത്തിൽ അറപ്പാണ് വെപ്പ് മുടി വെക്കുന്നതും വെപ്പ് പല്ല് വെക്കുന്നതും. ഇപ്പം എന്തോ ചെയ്യുന്നത്? ഇപ്പം ഞാൻ എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു തന്ന ഒരു മരുന്ന് ഞാൻ ഓർമ്മ വന്നു. എൻ്റെ അമ്മ എന്നോടത് പറഞ്ഞു തന്നു, വല്യമ്മച്ചിയുടെ മരുന്ന്. അത് വേറൊന്നുമല്ല, നമ്മൾക്ക് പ്രത്യേകിച്ച് ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ല, നിസ്സാര കാര്യമാണ്. നമ്മളത് ശ്രദ്ധയോടെ ചെയ്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് നമ്മൾ അടുപ്പേ വെച്ച് അതിനകത്തോട്ട് ഒരു 3 സ്പൂൺ ചായപ്പൊടി ഇടുക. ഏത് ഇതിൻ്റെ ഗ്രാൻഡാണേലും വേണ്ടിയില്ല, ചായപ്പൊടി ഇടുക. ആ ചായപ്പൊടി ഇട്ട് ആ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് സ്ലോവി വെച്ച് പറ്റിച്ച് ഒരു 1/2 ഗ്ലാസ് ആക്കി എടുക്കുക വെള്ളം. അത് നമ്മൾ തണുക്കാൻ വെക്കണം. പിന്നെ ഒരു സവോള പൊളിക്കണം. ഒരു സവോള പൊളിച്ച് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് അതിൻ്റെ നീര് ഒരു തോർത്തിലോ ഒരു അരിപ്പയ്ക്കകത്തോ വെച്ച് അരിച്ച് അതും എടുക്കണം. ഇത് രണ്ടും ഒരു പാത്രത്തിന്, ഈ തേയില അരിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഈ സവോളയും അതുപോലെ തന്നെ പിഴിഞ്ഞ് നീരെടുത്ത് സമം ചേർത്തിട്ട് അത് തലയോട്ടിയെ തേച്ച് പിടിപ്പിക്കണം. തലയോട്ടിയെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തേച്ചാലും മതി. അതായാലും നമ്മളത് കഴുകിക്കളയല്ല. ഒരു 8 മണിക്കൂറേലും നമ്മുടെ തലയിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറേലും കുറഞ്ഞ് നമ്മുടെ തലയിൽ ഇരിക്കണം. പിറ്റേ ദിവസം നമ്മൾ വെച്ച് സാധാരണ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണം. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തു. ചുമ്മാ തമാശ കിളുക്കട്ടെ എന്നോർത്ത് ഞാൻ ചെയ്തു. എൻ്റെ മുടി ഒട്ടും എനിക്കില്ലായിരുന്നു, നല്ല നീളമുള്ള മുടിയായിരുന്നു. അതിന് ശേഷം എൻ്റെ മുടിക്ക് ഒത്തിരി മാറ്റം വന്നു. നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിന് ശേഷം വളർന്ന മുടിയാണ് എൻ്റെ ഇത്. എൻ്റെ മുടി അത്രയും പോലും ഇല്ലായിരുന്നു. ഞാൻ ആ മരുന്ന് ഉപയോഗിക്കുമ്പം എൻ്റെ മുടി ഇത്ര പോലും ഇല്ലായിരുന്നു, ഇത്ര പോലും കട്ടിയില്ലായിരുന്നു. പക്ഷേ മുടിക്ക് ഇപ്പം നല്ല കട്ടിയായി, നല്ല ഉള്ളായി. ഇറക്കം വേണ്ട, എനിക്ക് ഒത്തിരി ഇറക്കം വേണ്ട, അതുകൊണ്ട് ഞാൻ കണ്ടിച്ച് കളഞ്ഞതാണ്. ഇത്രയും വരെ ഇറക്കമായിരുന്നു, കണ്ടിച്ച് കളഞ്ഞതാണ്. വേണ്ട, എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ മരുന്നൊന്ന് പരീക്ഷിച്ച് നോക്കണേ. തലമുടി ഇല്ലാത്തവർ എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ല, തലമുടി ഇല്ലാതെ ഭാരപ്പെടുന്ന വിഷമിക്കുന്ന പിള്ളേർ, സെറ്റുകൾ, അമ്മമാർ, കഷണ്ടി വരെ മുടി കിളുക്കും, ഉറപ്പാണ്.